ഇന്ന് നമുക്ക് മങ്കട കിട്ടിയേ. വേണ്ട, ഇത് വെട്ടാത്തത്, ഇത് വെട്ടിയത്. അപ്പൊ നമുക്ക് മങ്കട കറി വെച്ചാലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട്ടതും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവായും കൂടി ഇട്ട് വഴറ്റുവാണ്. ഒരു വശത്ത് പുളി ഇട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി, ശകല ഉലുവാപ്പൊടി, പിന്നെ മുളക് പൊടി. നല്ല കളറുള്ള മുളക് പൊടി, വലിയ എരിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവളെല്ലാം കൂടെ വാരി ഇടുന്നു ഭയങ്കര എരിയായിരിക്കത്തില്ലെന്ന്. എരിയില്ല, കളറുണ്ടല്ലേ ഉള്ളു. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ മല്ലിക്കുട്ടനെ കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ശകലെ കുറച്ചേ ചേർക്കാറുള്ളൂ. അപ്പൊ അതൊന്ന് വഴറ്റിയെടുക്കാം. അകത്തേക്ക് ഈ പുളിവെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേളിലോട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. അതൊന്ന് ഇളക്കി ഉപ്പും കൂടെ അങ്ങോട്ടിടാം. വെച്ച് വേവിക്കാം. എന്നിട്ട് ഫൈനൽ സ്റ്റേജ് നിങ്ങളെ ഞാൻ കാണിക്കാം. അതിനകത്തൊരു ശകലം കായപ്പൊടി, ഇച്ചിരി അതൊന്ന് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചാൽ ആറുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം.